Hi friends, Calicut University second semester BBA പഠിക്കാനുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഈ ചാപ്റ്ററിലെ അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഹയർ പർച്ചേസ് എന്താണെന്നുള്ളത് നോക്കാം. ഹയർ പർച്ചേസ് ഈസ് എ സിസ്റ്റം under which the buyer enter into an agreement with the seller to pay the price of a goods purchased in installment. ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതിൽ ബയറും സെല്ലറും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യും. ആ എഗ്രിമെൻറ്റിൽ ബയർ പറയുന്ന കാര്യമാണ്, ഞാനൊരു ഗുഡ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ക്യാഷ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്തോളാം, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞ് ബയറും സെല്ലറും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ദ ബയർ ഗെറ്റ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ പേയിങ് ദി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ പോലും ബയർക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്ന അതേ ടൈമിൽ തന്നെ ആ അസറ്റ് ക്യാരി ചെയ്യാനുള്ള പൊസസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. മീൻസ് എക്സ് എന്ന് പറയുന്ന ആളൊരു മെഷീൻ വാങ്ങിക്കുന്ന ഈ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത് ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതോടെ അദ്ദേഹത്തിന് മെഷീൻ്റെ പൊസഷൻ കയ്യിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്താൽ പൊസഷൻ കിട്ടും. അങ്ങനെയുള്ള ഈ ഫസ്റ്റ് പേയ്മെൻറ്റിന് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ വിളിക്കുന്നതാണ് ഡൗൺ അല്ലെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റ്. അപ്പോൾ എത്ര രൂപ ആദ്യം കൊടുക്കുന്നുണ്ടോ ബയർ, അതിനെ വിളിക്കുന്നതാണ് സ്പോട്ട് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ്. ഹി ഡസ് നോട്ട് ഗെറ്റ് ഓണർഷിപ്പ്. ഒരിക്കലും ബയർക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് ഓണർഷിപ്പ് കിട്ടില്ല, പൊസഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഹി ബിക്കംസ് ദ ഓണർ ഓൺലി ആഫ്റ്റർ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ക്യാഷ് അടച്ചുകൊണ്ട് നിന്ന് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ബയർക്ക് എക്സാക്റ്റ് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നത്. ഇത്തരം അഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ പർച്ചേസിങ് മെത്തേഡാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസിൽ ഓർക്കേണ്ട കാര്യം, ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ തന്നെ ബയർക്ക് ഗുഡ്സ് റിസീവ് ചെയ്യാം. പക്ഷേ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അതിനുള്ള പേയ്മെൻറ്റ്സ് മുഴുവൻ നടത്തുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ അടച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്ന സമയത്ത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൂടെ അടച്ചതിന് ശേഷമാണ് ബയർക്ക് ഓണർഷിപ്പ് കിട്ടുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ പർച്ചേസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമൗണ്ട് പേ ചെയ്യുന്നില്ല, അതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഒരു അസറ്റ് വാങ്ങിച്ച് അസറ്റിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ്, ഗഡുവായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യുന്നത്. പേയ്മെൻറ്റ് ടോട്ടൽ എമൗണ്ട് പേ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻക്ലൂഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ടുവേർഡ്സ് ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ ക്രെഡിറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിലും വിത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. മീൻസ് 1 lakhൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്, അതിന് 10 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണെങ്കിൽ ഇപ്പം 1 lakh ഡിവൈഡ് ബൈ 10 ഒരു മന്ത് ഉണ്ടാകുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ 10,000 പ്ലസ് ആ 1 lakhൻ്റെ അസറ്റ്, ആ ഒരു പ്രൈസിൻ്റെ ഇൻട്രസ്റ്റും നമ്മൾ പേ ചെയ്യും. അപ്പോൾ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗുഡ്സ് ഓർ അസറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു ദ ബയർ ഓൺ സൈനിങ് ദി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യാം, ബയർക്ക് അസറ്റ്സ് വെണ്ടർ ട്രാൻസ്ഫർ ചെയ്യും. മീൻസ് സെല്ലർ ബയർക്ക് ആ സമയത്ത് തന്നെ അസറ്റിന്റെ പൊസഷൻ കൊടുക്കും. ഗുഡ്സ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് മീൻസ് വിത്ത് വെണ്ടർ അല്ലെങ്കിൽ സെല്ലറുടെ കയ്യിലായിരിക്കും. അപ്പോൾ പൊസഷൻ ബയർക്ക് കിട്ടും, പക്ഷേ ഓണർഷിപ്പ് സെല്ലർക്ക് കയ്യിൽ തന്നെയാണ്. നെക്സ്റ്റ്, ദ ബയർ ഗെറ്റ്സ് ദ ഓണർഷിപ്പ് ഓൺലി ആഫ്റ്റർ പേയിങ് ദി ഓൾ ഇൻസ്റ്റാൾമെൻറ്റ്സ്. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും പേ ചെയ്തതിന് ശേഷം മാത്രമാണ് ബയർക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ അസറ്റിൻ്റെ മുകളിലുള്ള ഓണർഷിപ്പ് ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ എനി ഇൻസ്റ്റാൾമെൻറ്റ് ദ വെൻഡർ വിൽ ടേക്ക് എവേ ദ അസറ്റ്സ് ഓർ ഗുഡ്സ് ഫ്രം ദി ബയർ. ഇനി സെല്ലർക്കുള്ള ഒരു റൈറ്റാണ്, ഏതെങ്കിലും സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ബയർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ സെല്ലർക്ക് ഈ അസറ്റിൻ്റെ പൊസിഷൻ ബയറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ആ അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഗുഡ്സ് തിരിച്ചു കൊടുക്കേണ്ടി വരും ബയർ.
നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഹയറർ. ഹയറർ ഈസ് ദ ബയർ ഓഫ് ദ ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം ബൈ ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആളെ വിളിക്കുന്നതാണ് ഹയറർ. നെക്സ്റ്റ് ഹയർ വെൻഡർ. ഹയർ വെൻഡർ ഈസ് ദ ഓണർ ഓർ സെല്ലർ ഓഫ് ദ ഗുഡ്സ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഏത് ഗുഡ്സാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഗുഡ്സിൻ്റെ യഥാർത്ഥ ഓണറെ അല്ലെങ്കിൽ സെല്ലറെ വിളിക്കുന്നതാണ് ഹയർ വെൻഡർ. നെക്സ്റ്റ് വൺ ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് മീൻസ് ദ പ്രൈസ് ഓഫ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ദ ഹയറർ ഫോർ റെഡി ക്യാഷ്. റെഡി ക്യാഷ് കൊടുത്തിട്ട് മീൻസ് ഹയർ പർച്ചേസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഒന്നും അല്ലാതെ സ്പോട്ട് പേയ്മെൻറ്റ് ക്യാഷ് പ്രൈസ് കൊടുത്തിട്ട് എത്ര രൂപ കൊടുത്താൽ ആ അസറ്റ് അപ്പോൾ തന്നെ നമുക്ക് ഓണർഷിപ്പ് കിട്ടും. ആ ഒരു എമൗണ്ടിനെ വിളിക്കുന്നതാണ് ക്യാഷ് പ്രൈസ്. ഒരു ഗുഡ്സിൻ്റെ കറക്റ്റ് പ്രൈസിനെ വിളിക്കുന്നതാണ് ക്യാഷ് പ്രൈസ്. നെക്സ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്. ദ ഇനീഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലായിട്ട് ഫസ്റ്റായിട്ട് പേ ചെയ്യുന്ന ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ വിളിക്കുന്നതാണ് ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റ്. നെക്സ്റ്റ് ഹയർ പർച്ചേസ് പ്രൈസ് ആണ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ഹയറർ ടു ദി ഹയർ വെൻഡർ. അപ്പോൾ ക്യാഷ് പർച്ചേസ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റിൽ അല്ലെങ്കിൽ ഹയർ പർച്ചേസിന് കൊടുക്കുന്ന പ്രൈസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിരിക്കും ഹയർ പർച്ചേസിലുള്ള പ്രൈസ്. അപ്പോൾ ടോട്ടലായിട്ട് ഹയർ വെൻഡർക്ക് കൊടുക്കേണ്ട എമൗണ്ടിനെ വിളിക്കുന്നതാണ് ഹയർ പർച്ചേസ് പ്രൈസ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആയിരിക്കും. എപ്പോഴും ക്യാഷ് പ്രൈസിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് മീൻസ് എത്ര രൂപയുടെ അസറ്റാണോ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് അസറ്റിൻ്റെ റേറ്റ് ഉള്ളത് അതിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാലൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റും കൂടെ ചേർന്നതാണ് എന്ത് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് പ്രൈസ്. നെക്സ്റ്റ് ഹയർ പർച്ചേസ് ചാർജസ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് റെഡി ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന അസറ്റിൻ്റെ പ്രൈസാണ്. റെഡി ക്യാഷ് എത്ര വേണം അതാണ് ക്യാഷ് പ്രൈസ്. അപ്പോൾ ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസിൻ്റെ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വിളിക്കുന്നതാണ് ഹയർ പർച്ചേസ് ചാർജസ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് യൂസ്ഡ് ഇൻ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയറർ മീൻസ് ബയർ, ഹയർ വെൻഡർ മീൻസ് സെല്ലറാണ്, ക്യാഷ് പ്രൈസ് മീൻസ് സ്പോട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ ഒരു അസറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും ആ ഒരു റേറ്റിനെ വിളിക്കുന്നതാണ് ക്യാഷ് പ്രൈസ്. ഡൗൺ പേയ്മെൻറ്റ് മീൻസ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലെ ഇനീഷ്യൽ പേയ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എപ്പോഴും ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്. ഹയർ പർച്ചേസ് ചാർജ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ക്യാഷ് പ്രൈസ്.